യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനും വിശുദ്ധ സഹോദരനുമാണ്. യേശുവിനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്പോസ്തോലനും മഹാപുരോഹിതനും എന്നാണ്. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ശ്രദ്ധിച്ചു നോക്കണമെങ്കിൽ നാം അടുത്ത് ചെല്ലണം. യേശുവിൻ്റെ ജീവിതം, ഉപദേശം, യേശുവിൻ്റെ താഴ്മ, യേശുവിൻ്റെ മനോഭാവം, ഇതെല്ലാം അകലെ നിന്നുകൊണ്ട് ഒരാൾക്ക് ശ്രദ്ധിച്ചു നോക്കുവാൻ കഴിയുകയില്ല. കൂടുതൽ കാര്യങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, അടുത്തറിയണമെങ്കിൽ, ശ്രദ്ധിച്ചു നോക്കണമെങ്കിൽ നാം അടുത്ത് ചെന്നേ പറ്റൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിങ്ങളോടും അടുത്ത് വരാം. കർത്താവിനോട് അടുത്ത് ചെന്നാൽ മാത്രമേ നമുക്ക് കർത്താവിനെ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയൂ. കർത്താവിനോട് അടുക്കുന്നതിന് തടസ്സം നമ്മുടെ പാപമാണ്. നിങ്ങളുടെ പാപങ്ങളാണ് നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത്. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം എന്നാണല്ലോ ദൈവവചനത്തിൽ ഉള്ളത്. അതുകൊണ്ട് ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. യേശുവിൻ്റെ രക്തത്താലും ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവിനോട് അടുത്തു ചെല്ലുന്നവർക്ക് മാത്രമേ കർത്താവിനെ ശ്രദ്ധിക്കുവാൻ കഴിയുകയുള്ളൂ. സക്കായിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, സക്കായിക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാൻ സക്കായിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് സക്കായി ഓടി ഒരു കാട്ടത്തിയുടെ മേൽ കയറി അവിടെ നിന്ന് യേശുവിനെ ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി. യേശുവിനെ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരൊക്കെ യേശുവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. യേശുവിൻ്റെ വ്യക്തിത്വം അവരെയൊക്കെ ആകർഷിച്ചു. പുതിയ നിയമം പഠിക്കുമ്പോൾ, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ ശ്രദ്ധിച്ച ധാരാളം ആളുകൾ യേശുവിൻ്റെ അനുഗാമികളായി, ആരാധകരായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിമർശിച്ചവർ പോലും, ശത്രുതയോടെ പെരുമാറിയവർ പോലും അല്പനിമിഷം യേശുവിനെ ശ്രദ്ധിച്ചപ്പോൾ അവരെല്ലാം യേശുവിനെ ആരാധിക്കുവാൻ തുടങ്ങി. ക്രൂശിൽ യേശുവിനെ ശ്രദ്ധിച്ച ശതാധിപനുണ്ടായിരുന്നു. ക്രൂശിൽ യേശുവിനെ അല്പസമയം ശ്രദ്ധിച്ച ക്രൂശിലെ ഒരു കള്ളനുണ്ടായിരുന്നു. യേശുവിനെ ക്രൂശിച്ചവരുണ്ടായിരുന്നു. അവരൊക്കെ യേശുവിനെ ശ്രദ്ധിച്ചപ്പോൾ മറ്റാരിലും കാണാത്ത അനേക സ്വഭാവങ്ങൾ, ദിവ്യ സ്വഭാവങ്ങൾ യേശുവിൽ അവർ ദർശിച്ചു. അവരെല്ലാം യേശുവിനെ പിൻപറ്റി. അതുകൊണ്ടാണ് യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കുവാൻ ഈ ശുശ്രൂഷയിൽ കൂടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ലോകത്തിൽ ഒരുപാട് ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് കർത്താവായ യേശു. ആ യേശുവിൽ ശ്രദ്ധിച്ചാൽ അവൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ, സ്നേഹം, കരുണ, മനസ്സലിവ്, ഇതെല്ലാം മനുഷ്യനോടുള്ള ക്രിസ്തുവിൻ്റെ കരുണയുള്ള ആ മുഖം, ഇതെല്ലാം യേശുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിനെ അപ്പോസ്തോലനെന്നും പുരോഹിതനെന്നുമാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ഒരുപാട് വിശേഷണങ്ങൾ യേശു എന്ന നാമത്തിന് നൽകിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനെന്ന് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. ആദ്യജാതൻ, തേജസ്സിൻ്റെ പ്രഭ, തത്വത്തിൻ്റെ മുദ്ര, സകലത്തെയും വഹിക്കുന്നവൻ, അവകാശി, ദൈവം, മഹാപുരോഹിതൻ, അപ്പോസ്തോലൻ, മധ്യസ്ഥൻ, വലിയ ഇടയൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ യേശുവിൻ്റെ നാമത്തിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ ചിന്താവിഷയം യേശു ഒരപ്പോസ്തോലനെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുവിനെ അപ്പോസ്തോലൻ എന്ന് പറയുന്ന ഏക ഭാഗം എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. അപ്പോസ്തലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. പ്രാചീന കാലത്ത് തുറമുഖത്തു നിന്ന് പടക്കപ്പലുകൾ, പടക്കോപ്പുകളും നിറച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക്, യുദ്ധമുന്നണിയിലേക്ക് ശത്രുവിനെ തകർക്കുവാൻ വേണ്ടി അയക്കപ്പെടുമ്പോൾ അപ്പസ്റ്റലോസ്, അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള അപ്പസ്റ്റലോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത്. അതുമാത്രമല്ല, അന്നത്തെ കാലത്തെ ധനികരായ ആളുകൾ അവർക്ക് പകരം നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും അവർക്ക് പകരം ഏതെങ്കിലും ചുമതലകൾ ചെയ്തെടുക്കുന്നതിനും ഒരാളെ ചുമതലപ്പെടുത്തുമ്പോൾ ആ ചുമതലപ്പെടുത്തി അയക്കുന്ന വ്യക്തിക്ക് അപ്പസ്റ്റലോസ് അല്ലെങ്കിൽ അപ്പോസ്തോലൻ എന്ന് അവർ വിളിച്ചിരുന്നു.
യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞത്, പിതാവേ, അവിടുന്ന് എന്നെ അയച്ചതുപോലെ ഞാനും ഇവരെ അയക്കുന്നു. ദൈവമാണ് തന്നെ അയച്ചത് എന്ന്, സ്വർഗത്തിൽ നിന്നാണ് താൻ വന്നത് എന്ന് അപ്പോസ്തലൻ ഈ പദത്തിൽ നിന്ന് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. യേശുവിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു, പക്ഷേ അപ്പോസ്തലന്മാർ 12 പേരെ ഉണ്ടായിരുന്നു. ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ പ്രഭാതത്തിൽ ശിഷ്യന്മാരെ വിളിക്കുകയും അവരുടെ കൂട്ടത്തിൽ നിന്ന് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു അപ്പോസ്തലനാണ്. യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. യേശുവിൻ്റെ ആ വരവിന് പിമ്പിൽ ദൈവിക പദ്ധതികളുണ്ടായിരുന്നു. ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ക്രിസ്തു. കാലത്തിൻ്റെ തികവിൽ യേശു ലോകത്തിൽ വന്നു. യേശുവിനെ പിതാവ് അയച്ചു. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തെളിയിക്കുന്നത്. എന്തിനാണ് യേശു വന്നത്? പാപികളെ രക്ഷിപ്പാൻ, നമ്മെ ഓരോരുത്തരെയും രക്ഷിപ്പാൻ. നമുക്കതിനായിട്ട് ദൈവത്തിന് നന്ദി പറയാം. എന്നെ രക്ഷിപ്പാൻ ദൈവത്താൽ അയക്കപ്പെട്ട അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ക്രിസ്തുവിനെ ഞാൻ ശ്രദ്ധിച്ചു നോക്കുമെന്നൊരു തീരുമാനം നമുക്കെടുക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിനായി സ്തോത്രം. കേട്ട വചനം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കാൻ